നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പ്രവചനങ്ങളിൽ BJP. ഇന്ത്യയുടെ രാഷ്ട്രീയഗതി നിർണ്ണയിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം ശനിയാഴ്ച വരാനിരിക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തെ പിന്തള്ളി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പ്രവചനം. ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലും ഗോവയിലും BJPക്ക് മുൻതൂക്കം. UPയിൽ BJP 210 വരെ സീറ്റുകൾ നേടുമെന്ന് ടൈംസ് നൗ സർവേ. SP-ക്ക് 130, മായാവതിയുടെ BSPക്ക് 70 സീറ്റുകൾ. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി 42 മുതൽ 51 വരെ സീറ്റുകൾ നേടുമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് എക്സിറ്റ് പോൾ. സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തുമെന്ന് സി വോട്ടറിന്റെ പ്രവചനം. കേന്ദ്ര സർക്കാരിനും BJPക്കും നിർണായകമായ ഉത്തർപ്രദേശിൽ അടുത്ത സർക്കാരിനെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനം മുസ്ലിം വോട്ടുകളെന്ന വിലയിരുത്തൽ. കൂറുമാറ്റത്തിന്റെ രാഷ്ട്രീയത്തിന് വേദിയായ ഉത്തരാഖണ്ഡിൽ കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പം. മണിപ്പൂരിലും ഗോവയിലും ദേശീയ പാർട്ടികൾക്ക് വെല്ലുവിളി ഉയർത്തി ആം ആദ്മി. ചുംബനം കൊണ്ട് ചുട്ട മറുപടി. കപട സദാചാരക്കാർക്ക് മറുപടിയുമായി കൊച്ചിയിൽ ചുംബന സമരം. ശിവസേനയുടെ സദാചാര ഗുണ്ടായുസത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പരസ്പരം ആലിംഗനം ചെയ്തും ചുംബിച്ചും നൂറുകണക്കിന് യുവതി-യുവാക്കൾ. ക്രമസമാധാന പ്രശ്നമില്ലാത്തതിനാൽ ഇടപെടുന്നില്ലെന്ന് പോലീസ്. മറൈൻ ഡ്രൈവിൽ ഒരുമിച്ചിരുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ശിവസേനക്കാർ വിരട്ടിയോടിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. SFI DYFI പ്രവർത്തകരുടെ സ്നേഹയിരുപ്പ് സമരത്തിന് പിന്നാലെ കൊച്ചിയിൽ ശിവസേന ഓഫീസിലേക്ക് ചൂരൽ മാർച്ചുമായി KSU. അതേസമയം സദാചാര വേഷമിട്ട സേനാ പ്രവർത്തകരെ തള്ളിപ്പറഞ്ഞ് ദേശീയ അധ്യക്ഷൻ ആദിത്യ താക്കറെ. കൊച്ചിയിൽ നടന്നത് ലജ്ജാകരമായ പ്രവൃത്തി. അതിക്രമം നടത്തിയവരെ ശിവസേനയിൽ നിന്ന് പുറത്താക്കിയതായും സദാചാര ഗുണ്ടായിസം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ആദിത്യ താക്കറെ. സഭയിലും സദാചാരം. കൊച്ചിയിലെ സദാചാര ഗുണ്ടായുസത്തിൽ പ്രക്ഷുബ്ധമായി കേരള നിയമസഭ. അക്രമം അഴിച്ചുവിട്ട ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണോ എന്ന് മുഖ്യമന്ത്രി. പരാമർശം വിവാദമായതോടെ നടുത്തളത്തിലിറങ്ങി ഭരണ പ്രതിപക്ഷ MLA-മാരുടെ പോർവിളിയും പ്രതിഷേധവും. പ്രസ്താവന പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച സഭ വീണ്ടും തുടങ്ങിയെങ്കിലും പ്രതിപക്ഷം നടപടികൾ ബഹിഷ്കരിച്ചു. സഭയിൽ നടന്നത് നിർഭാഗ്യകരമായ സംഭവങ്ങളെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. പ്രസംഗങ്ങളിലും പ്രവർത്തികളിലും അംഗങ്ങൾ സംയമനം പാലിക്കണം. പലരും പെരുമാറ്റച്ചട്ടം പാലിക്കുന്നില്ലെന്നും സ്പീക്കറുടെ വിമർശനം. ഉപതിരഞ്ഞെടുപ്പിന് കാഹളം. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഏപ്രിൽ 12-ന് ഉപതിരഞ്ഞെടുപ്പ്. അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് 24-ന്. വോട്ടെണ്ണൽ ഏപ്രിൽ 17-ന്. ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഥമ പരിഗണന പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മണ്ഡലമായ RK നഗറിലും അടുത്ത മാസം 12-ന് വോട്ടെടുപ്പ്. ഇരു മണ്ഡലങ്ങൾക്കും പുറമെ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലെ 12 നിയമസഭാ സീറ്റിലേക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2720 രൂപ. പവൻ 21,760 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.